ഈ എപ്പിസോഡിന്റെ തുടക്കം കാണിക്കുന്നത് ഇസബല് ആ SD കാർഡിലെ ജോയുടെ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് മായയെ കാണിക്കുകയാണ്. അപ്പോൾ മായയുടെ അടുത്ത് ഇങ്ങനെ സാമി അസിസ്റ്റൻറ്റും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റർ മരിക്കുമ്പോൾ മായയ്ക്ക് പോസ്റ്റിംഗ് എബ്രോഡ് ആയിരുന്നല്ലേ? മായ പറയാം അതെ. ഓക്കെ. ക്ലെയർ ജോയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ജോയ് ആണോ അപ്പോയിൻ്റ് ചെയ്തത്? അപ്പം മായ പറയും അതെ, അവളൊരു ഫാർമസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റ് ആണ്, അതുപോലെ ആൾ ഭയങ്കര മിടിക്കുകയെന്ന് പറയും. ഓക്കെ. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് മായയ്ക്ക് അറിയാമോ? കാരണം നിങ്ങൾ മിക്കപ്പോഴും പോസ്റ്റിംഗ് എബ്രോഡ് ആയിരിക്കും, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം മായ പറയുന്നുണ്ട് അവർ തമ്മിൽ അഫെയർ ഒന്നുമില്ല എന്ന്. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയണം അതല്ല മായ ചോദിച്ചത്, ഫാമിലി മെമ്പേഴ്സ് 2 പേരെ ഒരേ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. അപ്പം മായ പറയും ശരിയെന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കണം പിറ്റേ ദിവസം മായ കുഞ്ഞിനെ പ്ലേ സ്കൂളിലാക്കിയിട്ട് ഇവയെ കാണാൻ ചെല്ലാണ്. എന്നിട്ട് ഇവോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എബ്രോഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലാണ് കൂടുതൽ കാണുന്നത്, ക്ലെയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാൻ. അപ്പോൾ ഇവ പറയാണ് ക്ലെയർ മരിക്കണേന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പുറത്തു വരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷത്തോടെയൊക്കെയാണ് വർത്തമാനം പറഞ്ഞ്. അത് കഴിഞ്ഞ് ആൾക്കൊരു കോള് വരും. ഈ കോള് കണ്ട ഉടനെ തന്നെ ആളുടെ മുഖമൊക്കെ മാറും. ഇതും കൊണ്ട് പുറത്തു പോയി നിന്നാണ് സംസാരിച്ചത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത്, കൈയൊക്കെ ഇങ്ങനെ വീശി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ച്, അപ്പോൾ അത് വർക്ക് റിലേറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ മായ എന്തോ ഉണ്ട്, കാരണം അത് ഇവൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണല്ല, ഒരു പഴയ മോഡൽ ഫോണാണത്. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട് നീ ഇത് പോലീസിനോട് പറഞ്ഞില്ലേ? അപ്പോൾ ഇവ പറയണം ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചു ഇനി ക്ലെയറിന് വല്ല അഫെയർ ആയിരിക്കുന്നു, വെറുതെ ഇനി എഡിയും പിള്ളേരും ഇത് അറിയണ്ടെന്ന് ഓർത്ത് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് ഒരു ലേഡി ഫ്രണ്ടിൻ്റെ അടുത്ത് അന്നത്തെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാണ്. പിന്നെയും ബ്ലാക്ക് ഔട്ട് ആയതുപോലെ വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ഒന്ന് പുറത്ത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ആരും അറിയണ്ട, എവിടെയെങ്കിലും പോയി എന്താണെന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഈ ഡിറ്റക്റ്റീവിന് ഒരു പാസ്റ്റ് ഉണ്ട്, ഈ ആളെ കണ്ടറിയാം, ഒരു എബോവ് 45 ഏജ് തോന്നും നമുക്ക്. ആൾക്കൊരു ഫിയാൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഫിയാൻസി ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം ഈ സാമി ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 3-3.5 വർഷമായിട്ട് ആൾ കുടി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴാണ് പുള്ളി കല്യാണം കഴിക്കാൻ പോണത്. ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ മോളി എന്ന് പറഞ്ഞൊരു ലേഡിയായിട്ട് ആളുടെ കല്യാണമാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ എഡ്ഡിയുടെ വീട്ടിൽ പോകുന്നതാണ്. എഡ്ഡി പുറത്ത് പോണ സമയം നോക്കി മായ അകത്ത് കയറും. എന്നിട്ട് ക്ലെയറിൻ്റെ മുറിയിലെത്തും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മായ ഓർക്കാണ് പണ്ട് ക്ലെയർ പറഞ്ഞത്. ക്ലെയറിൻ്റെ കയ്യിലൊരു ഇവരുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ക്ലെയർ എഡ്ഡി കാണാതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കണത് അതിൻ്റെ ഉള്ളിലാണ്. മായ ചെന്നിട്ട് ആ പെട്ടി തുറന്ന് അതിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ ചെറിയ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഇവ പറഞ്ഞ പോലത്തെ പഴയ ടൈപ്പ് ഫോൺ കാണുന്നു. മായ വേഗം തന്നെ അതെടുത്ത് പോക്കറ്റിലിടും. അപ്പോഴാണ് എഡ്ഡി കയറി വരുന്നത്. എഡ്ഡിക്ക് ഭയങ്കര ദേഷ്യമോ മായ കണ്ടിട്ട്, ഇതെന്താ മായ ഇങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്, അതും ഞാനില്ലാത്ത സമയം നോക്കി. എഡ്ഡിക്കാണെങ്കിൽ മായ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അത്ര വലിയ ഇഷ്ടമല്ല. കാരണം എഡ്ഡിയുടെ വിചാരം ആ ആർമിയിലെ ഇൻസിഡൻറ്റിന് ശേഷമാണ് ക്ലെയർ മരിച്ചത്, അത് കഴിഞ്ഞിട്ട് ജോ. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് എഡ്ഡിക്ക് സംശയമുണ്ട്. അപ്പോൾ അത് കാരണം മായ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ അധികം വരണതൊന്നും എഡ്ഡിക്ക് വലിയ താല്പര്യമില്ല. അവിടെ വെച്ച് മായ എഡ്ഡിയോട് ചോദിക്കുകയാണ് ക്ലെയറിന് വല്ല അഫെയർ ഉണ്ടായിരുന്നു എന്ന്. എഡ്ഡി വല്ലാതെ ഇമോഷണൽ ആവും. അപ്പോൾ മായ പറഞ്ഞു അവൾക്ക് സീക്രട്ട് കോൾസ് ഒക്കെ വരാറുണ്ടെന്ന്. ഈ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എഡ്ഡി പറയും ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല, എപ്പോഴും ജോലിയാണ്, അതും ലേറ്റ് നൈറ്റ് വർക്ക്, എനിക്കറിയാലോ ആരുടെ കൂടെയാണ് ജോലി ചെയ്യണേന്ന്. ഒന്നും പറയില്ല. എഡ്ഡി എന്നിട്ട് പറയും ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയും. മായ പറയും ഞാൻ തരാം, ആദ്യം ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് തരാമെന്ന്. എഡ്ഡി സമ്മതിക്കില്ല. അവസാനം അവർ തമ്മിൽ ഉന്തും തള്ളും. മായ എഡ്ഡിയെ തള്ളി താഴെ ഇട്ടിട്ട് ആ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് മോള് അബി വരണത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സാമി അസിസ്റ്റൻറ്റും ഇസബലിനെ കാണാൻ പോണതാണ്. അപ്പോൾ ഇസബൽ പറയുന്നുണ്ട് എന്നെ അവളാണ് ആദ്യം അറ്റാക്ക് ചെയ്തത്, എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു എന്ന്. അപ്പോൾ സാമി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ എന്താ കണ്ടത്? അപ്പോൾ ഇസബൽ പറയും ഞാനൊന്നും കണ്ടില്ല, അത് ബ്ലാങ്ക് ആയിരുന്നു. ഓക്കെ. അപ്പോൾ സാമി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജോയെ നന്നായി പരിചയമില്ലേ, കുറേ നാളായില്ല അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ ക്ലെയറും ജോയും തമ്മിൽ പ്രൊഫഷണലി അല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമോ എന്ന്. അപ്പോൾ ഇസബൽ പറയും ഏയ് ജോ നല്ല മനുഷ്യനാണ്, അതുമല്ല മായയെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും മായയുടെ കാര്യം ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ക്ലെയറിൻ്റെ വീടാണ്. അപ്പം മോള് എഡ്ഡിയോട് ചോദിക്കുകയാണ് അച്ഛാ അമ്മയ്ക്ക് എന്തിനാ വേറെ ഫോൺ, നമ്മളിതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ, ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ? പോലീസ് അന്ന് പറഞ്ഞത് അമ്മ മരിച്ചത് മോഷണ ശ്രമത്തിനിടെയാന്നാ, പക്ഷെ നമ്മുടെ വീട്ടിൽ മോഷ്ടിക്കാൻ പാകത്തിന് എന്താ ഉള്ളത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ ക്ലെയറിൻ്റെ ഫോൺ നോക്കുകയാണ്. അത് നോക്കുമ്പോൾ അതിൽ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, ആ നമ്പറിലേക്ക് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ, ആ നമ്പറിൽ നിന്ന് മാത്രമേ ക്ലെയറിന് ഫോൺ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മായ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു ഗെയിമിംഗ് ക്ലബിൻ്റെ നമ്പറാണ്, നമ്പർ 1 ആർക്കേഡ് എന്ന് പറഞ്ഞൊരു
ഒരു ക്ലബിൻ്റെ നമ്പറാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ക്ലെയറിൻ്റെ വീടാണ്. അവിടെ പിള്ളേർ അമ്മയുടെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കാം. അപ്പോൾ അവർക്ക് പഴയ മോഡൽ ഒരു ക്യാമറ കിട്ടും. അവരതിൽ ഫിലിം കടയിൽ കൊടുത്തിട്ട് അതൊന്ന് പ്രിൻ്റ് എടുത്ത് തരാൻ പറയും. പിന്നെ കാണിക്കുന്നത് മായ ആ ക്ലബിലേക്ക് പോകുന്നതാണ്. അവിടെ ചെന്ന് മാനേജറെ കണ്ടിട്ട് ക്ലെയറിനെ കുറിച്ച് ചോദിക്കും. ക്ലെയറിൻ്റെ പേര് കേൾക്കുമ്പോൾ ആളൊന്ന് പരുങ്ങുണ്ട്. അപ്പം മായ പറയാണ്, ഇവള് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് 16 തവണ വിളിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നും അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പം മാനേജർ പറയും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് മായയെ പറഞ്ഞു വിടാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ ജോയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് ജോയുടെ വിൽപ്പത്രം വായിക്കുന്ന ദിവസമാണ്. അപ്പം കല്യാണത്തിന് മുമ്പ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ഇവർക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ സ്വത്തുക്കളും ഈ കുട്ടിയുടെ പേരിലുള്ള ട്രസ്റ്റിലേക്കാണ് പോണത്. മായ അവിടെ ചെല്ലുമ്പോൾ ജോയുടെ ബ്രദറും സിസ്റ്ററും അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ ലോയർ വന്നിട്ട് പറയാണ്, ഇന്നിപ്പോൾ ഈ വില്ല് വായിക്കാൻ പറ്റില്ല, കാരണം ജോയുടെ ഒഫീഷ്യൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന്. മായ വേഗം തന്നെ മദറിലോ ഇങ്ങനെ നോക്കണ്ട്. അത് കഴിഞ്ഞ് മായ പുറത്ത് ഗാർഡനിൽ നിൽക്കായിരിക്കും. അപ്പോൾ അവിടെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. അപ്പോൾ മായയുടെ അടുത്തേക്ക് ജോയുടെ സിസ്റ്റർ കരോളിൻ വരികയാണ്. എന്നിട്ട് പറയും, ജോയ്ക്കും ആൻഡ്രൂവിനും വേണ്ടി ഡാഡി പണിതത് അത്, പക്ഷേ രണ്ടുപേർക്കും ഫുട്ബോളായിരുന്നു ഇഷ്ടം, ഒരുപാട് നേരം ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ കളിക്കുമായിരുന്നു. എന്നിട്ട് ചോദിക്കും, ആൻഡ്രൂവിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് കൂടുതൽ നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന്. മായ പറയുന്നുണ്ട് ഇല്ലാന്ന്. പക്ഷെ മായ ആ സമയം ഓർക്കാണ് ജോ മായോട് പറഞ്ഞത്. ആൻഡ്രൂ ഫ്രണ്ട്സ്, അതായത് ശരിക്കും ആൻഡ്രൂവും ഫ്രണ്ട്സും ജോയും കൂടിയൊക്കെ ഒരു ചെറിയ ബോട്ടിൽ കടലിൽ പോയതായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് ആൻഡ്രൂ കടലിൽ വീണ് മരിക്കുക ചെയ്യണത്. അപ്പം എല്ലാവരും വിചാരിക്കണത് എന്തോ ആക്സിഡൻറ്റ് പറ്റിയ ആൾ താഴെ വീണതാന്നാണ്. അപ്പോൾ ജോ പറയുന്നുണ്ട്, അല്ല, അവൻ ചാടിയതാണ്, ഞാനത് കണ്ടതാണ്, അവൻ മനഃപൂർവ്വം എടുത്ത് ചാടിയതാണ്. അത് കഴിഞ്ഞ് കരോളിൻ ചോദിക്കുകയാണ്, നീ ജോയുടെ ബോഡി കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, എന്നെ അവർ കാണിച്ചില്ല. അപ്പം മായയും പറയും, ഞാനും കണ്ടില്ല, കാരണം എല്ലാം ജോയുടെ മദറാണ് നോക്കിയിരുന്നത്. അപ്പോൾ കരോളിൻ പറയാണ്, ആൻഡ്രൂവിൻ്റെ ബോഡി അവരെന്നെ കാണിച്ചില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മായ, ഈ ആർമിയിലൊക്കെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി വീട്ടിലേക്ക് കൊടുത്തു വിടില്ലേ? നമുക്ക് ഒരാൾ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പാവണമെങ്കിൽ അയാളുടെ ബോഡി കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം മായ പറയുന്നുണ്ട്, കരോളിൻ, ജോ മരിച്ചു, അന്ന് ആ പാർക്കിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കരോളിൻ ചോദിക്കുന്നുണ്ട്, അത് രാത്രി ആയിരുന്നില്ലേ, ഇരുട്ടായിരുന്നില്ലേ? അതുമല്ല, അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ബാക്കി എല്ലാം ചെയ്തതും അമ്മയല്ലേ? എന്നിട്ട് പറയണേ, എൻ്റെ കൂടെ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ക്ലെയറിൻ്റെ കുട്ടികൾ ആ ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് ഇങ്ങനെ നോക്കണതാണ്. അപ്പോൾ അതിൽ ക്ലെയറിൻ്റെ കുറച്ച് യങ്ങായിട്ടുള്ള ഫോട്ടോയാണ്. അപ്പോൾ അതിൽ ക്ലെയറും വേറൊരു പയ്യനും കൂടി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ മോൻ പറയണ്ട, അയ്യോ ഇത് ഡാഡി അല്ലല്ലോ എന്ന്. അപ്പം അബി പറയാണ്, അത് ഡാഡിക്ക് മുമ്പുള്ള ആളാണെന്ന്. ഇവരിങ്ങനെ ഓരോ ഫോട്ടോസിന് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്ലെയർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണുന്നത്. അപ്പോൾ മോൻ പറയും, ചേച്ചി ഇത് നീയാന്ന് പറയും, ആ ബേബി നീയാന്ന് പറയും. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് ഞാനൊന്നുമല്ല, നീ അതിൽ ഡേറ്റ് നോക്കി, അത് 2003 ആണ്, അത് ഞാനൊന്നുമല്ല. രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കരോളിനും മായുമായിട്ടുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ലാപ്ടോപ്പ് എടുത്തിട്ട് കരോളിൻ കാണിക്കുകയാണ്, നോക്ക്, ഇത് ഫാമിലിയുടെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ടാണ്. ഇതിൽ ചില ട്രാൻസാക്ഷൻസ് ഓൺലൈൻ വഴി നടന്നിട്ടുണ്ട്. ഒരു അക്കൗണ്ടിലേക്ക് എല്ലാ മാസം 10-ാം തീയതിയും ക്യാഷ് അയക്കുന്നുണ്ട്. അത് ജോയുടെ മർഡർ അന്വേഷിക്കുന്ന സാമിയുടെ അക്കൗണ്ടിലേക്കാണ്. മായ ഞെട്ടിപ്പോവും. ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. നമുക്കിനി അടുത്ത എപ്പിസോഡാണ്.